ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചായക്കടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ മിക്സി ജാറിലോട്ട് 1 കപ്പ് റവ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ 2 മീഡിയം സൈസ് കിഴങ്ങെടുത്ത് അതും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി റവയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ റവയൊക്കെ അരച്ചെടുത്ത് അപ്പോൾ നല്ല കട്ടിയാണ്. അപ്പോൾ ഞാൻ ബാക്കി വന്ന 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുള്ള വെള്ളമൊക്കെ കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ നമ്മൾ കിഴങ്ങൊന്ന് അരഞ്ഞ് കിട്ടൂല കേട്ടോ ശരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നീട് ബാക്കി വെള്ളം ഒഴിച്ചെടുത്താൽ മതിയേ. പിന്നീട് ഞാൻ അതിലോട്ട് കുറച്ച് ക്യാരറ്റ്, അതേപോലെ 2-3 പച്ചമുളക്, ഒരു വലിയ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 3-4 തക്കാളി ഒന്ന് അരിഞ്ഞതും, അതേപോലെ ഒരു സവാള, ഒരു 3 വത്തൽമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മളെ ഈ ബാറ്ററൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മളെ ഒരു കുയ്യിലൊരു ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് വേവിക്കണേ. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം ഞാൻ ഒന്ന് മറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചട്നീൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം അതേപോലെ നമുക്ക് ബാക്കിയല്ല അതേപോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് ചായക്കടിക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ തലേന്നൊക്കെ വെള്ളത്തിടാൻ മാത്രം ഇതേപോലെ റവയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കടി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ അപ്പം ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കണം. ചട്നി ഒന്ന് ഞാൻ ചൂടാറാൻ വെച്ചേക്കാണ്. തക്കാളിയൊക്കെ ഒന്ന് ചൂടാറിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഒന്ന് ചൂടാറി വന്നതിന് ശേഷം അത് മിക്സിയിലെ ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്നി റെഡി. നമുക്കൊന്ന് താളിച്ചെടുക്കുക. അതായത് ഞാൻ കടുക്, അതേപോലെ ഒരു 3-4 വത്തൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്നി റെഡിയായേ. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ ചുട്ട് തീരാനായി. അപ്പോൾ അപ്പം റെഡിയായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ.